കസാക്കിസ്ഥാനിലേക്ക് വരൂ. സോ വെൽക്കം ടു കസാക്കിസ്ഥാൻ. വൈബ് തന്നെ കഴിച്ചു ഇവിടെ കസാക്കിസ്ഥാനില് ഫുള്ള് വൈബ്, മൊത്തം സ്നോ ആയിട്ട് മാറും. അപ്പൊ വേറെ തന്നെ ഒരു വൈബ് വരും. പിന്നെ നമ്മൾ പോകുന്ന കുതിരേനെ ഇറച്ചി ഏറ്റവും കൂടുതൽ ലോകത്ത് കഴിക്കണത് വരാട്ടോ. അപ്പോൾ കുതിരപ്പാലൊക്കെയാണ് ഇവിടെ സെർവ് ചെയ്യുക അല്ലേ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം കസാക്കിസ്ഥാൻ. ഞാൻ സെൻട്രൽ ഏഷ്യയിൽ കസാക്കിസ്ഥാനിലാണുള്ളത്. അവിടെ ആൽമാട്ടി എന്ന് പറയുന്ന നഗരത്തിലാട്ടോ, ഇവരെ ക്യാപിറ്റൽ സിറ്റിയിലാണ്. ഞാൻ ഇപ്പോൾ സിറ്റി സെൻറ്ററിലാണ് ഉള്ളത്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 പരിപാടീസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടുന്ന് നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഇന്ന് പോണത് ഷിംബുലാക്ക്, അതായത് കസാക്കിസ്ഥാനിലൊക്കെ വരികയാണെങ്കിൽ കപ്പിൾസിനും എല്ലാവർക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഷിംബുലാക്ക്. അതിനുശേഷം തിരിച്ചു വരുമ്പം നമുക്കിവിടെ സെൻട്രൽ മ്യൂസിയം അതുണ്ട്, അവിടെയൊക്കെ പോയി കാണണം. അതുപോലെ ഇനി ആരെങ്കിലും കസാക്കിസ്ഥാനിലോട്ടൊക്കെ വരണം, ഇവിടെ വന്ന് കാണണം, ചെറിയൊരു ലോ ബഡ്ജറ്റിലാണ് ഇവിടെയൊക്കെ വന്നൊന്ന് കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന്, നിങ്ങൾക്ക് ഒരു മലയാളി ടൂർ ഗൈഡ് ഉണ്ടാകും കൂടെ. പുള്ളി നിങ്ങളെ കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരും. സേഫ്, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ പേടിയുണ്ടാവും ഒറ്റയ്ക്കൊക്കെ വരാൻ. അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ഒരു പാക്കേജ് എല്ലാം എടുത്ത് ഇവിടെ വരികയാണെങ്കിൽ അടിച്ച് പൊളിച്ച് തകർക്കാം. അപ്പോൾ ഞാനിന്നിപ്പം അൽമാട്ടിയിൽ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ പിന്നെ വേറൊരാൾ കൂടിയുണ്ട്. ഒന്ന് പരിചയപ്പെടുത്ത്. എൻ്റെ പേര് മിൻഹാജ്. ഞാനിവിടെ അൽമാട്ടിയിലാണ് ഉള്ളത്. നാട്ടിൽ മലപ്പുറത്താണ്. മലപ്പുറത്തേടെ? മലപ്പുറം വളാഞ്ചേരി. മലപ്പുറം വളാഞ്ചേരിയാണ്. ഇവിടെ ഇപ്പം MBBS പഠിക്കുന്നത്. MBBS ഫൈനൽ ഇയർ. അപ്പം അടുത്ത കൊല്ലം ഡോക്ടർ ആവാൻ പോവാണ്. ഇനിയൊരു 6 മാസം കൂടി. ഏത് യൂണിവേഴ്സിറ്റിയാണ്? അൽഫറാബിയിലാണ്. ഓക്കെ, അപ്പം ഡോക്ടറൊക്കെ ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇവരൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് പരിചയത്തിലിരിക്കുന്നത് നല്ലതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോകുന്നത്, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട, കോൺടാക്ട് ചെയ്യുക, ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുക, നമ്മളെ ചെറിയൊരു കാലം അടിച്ച് പൊളിക്കുക, അതന്നെ. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. ഉറക്കെ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല, എന്നാലും നമ്മൾ സെറ്റാക്കിയില്ല. നമ്മളിപ്പം 2 കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് കോഫി. പിന്നെ ഇതെന്താ കറി നമ്മൾ തന്നെ വെച്ചുണ്ടാക്കി കഴിക്കണം. അതായത് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാ സാധനവും തന്നിക്കണ്. നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് ഇട്ടിട്ട്, ഇന്ത്യക്കാരായതുകൊണ്ടായിരുന്നു തോന്നുന്നത്, നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് ഇട്ട് കഴിച്ചോളാനാണ് പറഞ്ഞത്. പിന്നെ ഇത് മുളക്, ഇത് ടിഷ്യൂ. പിന്നെ ഇത് ഞാൻ ഈ വട്ടം ഇവിടെ വന്നപ്പോൾ സിം എടുത്തിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഒരു ചെക്കൻ എനിക്ക് സിമ്മ് തന്നാണ്. ഇന്നലെ നമ്മളെ വീഡിയോയിൽ കണ്ട മുനീസ്, ഓൻ്റെ സിമ്മാണ് അതിൽ ഇട്ടിട്ടില്ലേ. അപ്പോൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല സിം ഏതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ? ടെലിറ്റു തന്നെ. അതായത് ടെലിറ്റു സിം ആകുമ്പോൾ നമുക്ക് ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സിൽ വേറെ ബസ് കാർഡ് ഒന്നും വേണമെന്നില്ല. ഓക്കെ, ഓൺ ദ സ്പോട്ടിൽ ടിക്കറ്റ് കിട്ടും, മെസ്സേജ് വരും. ആർക്കും? ഈ ടൂറിസ്റ്റിനും? ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു ഗുണമാണ്. നമ്മളെ ഫുഡ് മെനു ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഷാഷിലിക്ക്. ചിക്കനാണ് കേട്ടോ, ചിക്കൻ കബാബ് എന്ന് പറയും. വിത്ത് റൈസ് ഉണ്ട്, സം വെജിറ്റബിൾസ്, പിന്നെ ലവാഷ് ഉണ്ട്, പിന്നെ തക്കാളി, പിന്നെ ക്യാപ്സിക്കം. അതിൻ്റെ കൂടെ സൂപ്പുണ്ട്. സൂപ്പ് ആദ്യം ടേസ്റ്റ് ചെയ്യാം. ബിസ്മില്ല. എന്താ പറയുക, ടേസ്റ്റ് എങ്ങനെ പറയാമെന്ന് മനസ്സിലാകുന്നില്ല. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ. വേണമെങ്കിൽ നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് നോക്കാം. നാരങ്ങ കഴിയുമ്പോൾ വേറെ ലെവൽ കിട്ടോ. ഇവിടെ എന്താ ഇതിന് പറഞ്ഞാൽ ഷാഷിലിക്ക് തന്നെയാ പറയാ. ഇവിടെ ഉസ്ബെക്കിസ്ഥാൻ പോലെ നോണില്ല. ഇതിൻ്റെ കൂടെ കയ്യെ ബ്രെഡ് ഇല്ല, അത് എക്സ്ട്രാ അല്ല ഇവിടെ ഉണ്ടോ അത്? ഓക്കെ. അപ്പം ഇതാണ് നമ്മളെ, ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഒരു 12 മണിക്ക് കേട്ടോ. ഇത് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് അല്ല,
ഇതൊരു ബ്രഞ്ചായിട്ട് പറയാം, അതുകൊണ്ടാണ് കേട്ടോ ഈ ഫുഡ് കാണിക്കുന്നത്. സോ ഇതിന് തീർക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാം. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഷിംബുലാക്ക് എന്ന് പറയുന്ന ഒരു ഹില്ലി ഏരിയയിലോട്ടാണ് പോണത്. എത്ര അടി ഉയരത്തിലാടാ? അതിന്റെ ഏറ്റവും ടോപ്പ് സ്റ്റേഷൻ 3200 മീറ്റർ. 3200 മീറ്റർ ഹൈറ്റിലോട്ടാണ് പോണത്. ഇപ്പം നിങ്ങൾ 3205. ഇപ്പം നമ്മൾ കാണുന്നത് അൽമാട്ടി സിറ്റിയാണ്. ഇവിടെ ഇപ്പം സ്നോയോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറും അരമണിക്കൂർ പോയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ കേബിൾ കാറിലല്ലേ പോണത്? നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ടാണ് പോണത്. കേബിൾ കാറിന് എത്ര കിലോമീറ്റർ കേബിൾ കാറ്? ടോപ്പ് സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്റർ. 4.5 കിലോമീറ്റർ കേബിൾ കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും അടിപൊളി സെറ്റപ്പാണ്. ഇതാണ് നമ്മളെ സാരഥി, പേര് പറഞ്ഞത് നൂർജാൻ. ഓക്കെ, നമ്മൾ പുള്ളീൻ്റെ കാറിലാണ് കേട്ടോ പോണേ. അപ്പം സോ ലെറ്റ്സ് ഗോ ടു ഷിംബുലാക്ക്. അപ്പം നമ്മളിതാ ഷിംബുലാക്ക് എത്താനായിരിക്കുന്നു കേട്ടോ. ഇനി ഒരു ഏകദേശം ഒരു 4 കിലോമീറ്ററല്ലേ ഉള്ളൂ, 4-5 കിലോമീറ്റർ ഉള്ളൂ. ഇന്ന് എന്തോ ഭാഗ്യത്തിന് നല്ലൊരു കാലാവസ്ഥ ഉണ്ട്. ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ പ്രഡിക്ഷനിൽ നോക്കിയപ്പോൾ ഇന്നത്തെ ഒരു ക്ലൗഡിയാണ് കാണിച്ചത്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഫുള്ള് മഞ്ഞെല്ലാം വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല 2 സൈഡും ഫുള്ള് മഞ്ഞിൽ മൂടി കിടക്കുകയാണ്. ഇതിൻ്റെ മേലെ നല്ല നല്ല റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മേലെ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ എവിടുന്നാണ് കേബിൾ കാർ കയറുന്നത്? മെഡിയു എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കേബിൾ കാർ കയറുന്നത്. ഞാൻ കസാക്കിസ്ഥാനിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസുകളിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ വട്ടം ഫുള്ളി ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ മൊത്തം കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ വട്ടത്തെ എൻ്റെ യാത്ര. മൊത്തത്തിൽ ഒരു സന്തോഷ് ജോർജ് കുളങ്കരാവാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പം നേരെ പോയി ബാക്കി കാഴ്ചകൾ മേലെന്ന് കാണാം. എന്താണ് എനിക്ക് പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല. അതിമനോഹരമായ വിഷ്വൽസ് ആയതുകൊണ്ട് ഞാൻ എന്താക്കി ക്യാമറ ഓണാക്കി പിടിച്ചേക്കണം കേട്ടോ. 2 സൈഡും നല്ല കുന്നും പ്രദേശമാണ്. ഓക്കെ, വലിയൊരു കുന്നും പ്രദേശം അല്ലല്ലോ. ഇവിടെ നല്ല -30 ഡിഗ്രി ഒക്കെ വരുന്നില്ലേ? -31 ഡിഗ്രി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഡിസംബർ ആണ്, എന്നാലും നല്ല കാലാവസ്ഥ. ഇക്കൊല്ലം മഞ്ഞ് നേരെ വൈകിക്കണേ, അതുകൊണ്ടാണ് ഈ ഇതൊക്കെ കിട്ടണ കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ കുറെ കാലങ്ങളായ മഞ്ഞ് പെയ്യുന്ന പോലെ ഉണ്ട് കേട്ടോ. കണ്ടിട്ട് എന്റെ മോനെ, ഇത് ഏതോ യൂറോപ്പിലൊക്കെ പോയാലില്ലേ മഞ്ഞ് കിടന്നിട്ട്. ഇവിടെ വെയിലടിക്കാത്തോണ്ട് നോക്കി മൊത്തം പിന്നെ മരത്തിന്റെ മേലെ മഞ്ഞ് അങ്ങനെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വ്യത്യാസം ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. ഇപ്പൊ നോക്കിക്കോളിയേ. ഇപ്പം ഈ ഒരു കുന്നാടെ ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒന്നും വെയിലടിക്കണില്ല. അതുകൊണ്ട് എല്ലാ മരത്തിന്റെ മേലെ മഞ്ഞുണ്ട്. ഇപ്പൊ വെയിലടിക്കണ സ്പോട്ടിൽ എത്തുമ്പോൾ നോക്കിക്കോളി, മരത്തിന്റെ കോലം നോക്കിക്കോളിയേ. ഓക്കെ, വിഷ്വല് മാറിയില്ലേ? രണ്ട് വിഷ്വലാട്ടോ. വാവ്, അടിപൊളി. ഏതാ? ഓക്കെ, എന്നിട്ട് ഈ മൂപ്പര് നമ്മളെ കൂട്ടം മേലൊക്കെ വരിക ചെയ്യാ? അങ്ങനെ തന്നെ വരും അല്ലേ? ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് കാർ പോക്ക് ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ഉണ്ട്. അങ്ങനെയൊക്കെ ഓരോ നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കേബിൾ കാർ പോണേ. ഇവിടെ എത്ര കൊല്ലായി കേബിൾ കാർ തുടങ്ങിയിട്ട്? കുറെ വർഷങ്ങളായില്ലേ? ഇവിടെ എത്തിയപ്പോ ഫുള്ള് ടൂറിസ്റ്റുകൾ, ഇന്ത്യക്കാരനെ കുറെ ഉണ്ട് കേട്ടോ. കസാഖ്സ്ഥാന്റെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ഇതില്ലേ ഷിംബുലാക്ക്. അപ്പൊ നമുക്ക് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പം നമ്മള് ടാക്സിന്ന് വന്ന് ഇറങ്ങി. ഹബീബ് വലൈക്കും അസ്സലാം. يلا تصوير اخي يلا. Go take photo bro. Mountain background good. When we come back we will take from you. No, go. Right now? Go my brother. Wait. Muslim? Yes. ما شاء الله. اخي يلا شيخ مالك my brother يلا. Wait. يلا تصوير يلا. How much? 2000 tenge printed sent from mobile. Let me take the ticket first. We will come here. Okay. Inshallah. Okay. So guys, നമ്മൾ ആദ്യം ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുകയാണ്. ഇവിടുന്ന് എങ്ങനെ പരിപാടി എന്ന് വെച്ചാൽ മൊത്തം 4.5 കിലോമീറ്ററിൽ പിന്നെ 3 സ്പോട്ടുകളാണുള്ളത്. നമുക്ക് ആദ്യം ഒരു സ്പോട്ടിൽ ഇറങ്ങുക, അത് അവിടെ ഇറങ്ങിയിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോവുക, അവിടെ ഇറങ്ങിയിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോവുക. അങ്ങനെ ഈ 4.5 കിലോമീറ്ററിൽ 3 സ്പോട്ടിലാണ് ഉള്ളത്. ഏകദേശം
എത്ര മണിക്കൂർ ഇരിക്കണം? എത്ര മിനിറ്റ് ഇരിക്കേണ്ടി വരും? ഓൾമോസ്റ്റ് 1/2 മണിക്കൂർ കേബിൾ കാറിൽ ഇരിക്കണം. അപ്പം മിസ് ചെയ്ത് കേട്ടോ. ആൽമാട്ടി വരികയാണെങ്കിൽ, കസാക്കിസ്ഥാനിൽ വരികയാണെങ്കിൽ ഷിംബുലാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ തീർച്ചയായിട്ടും നമ്മൾ പോയി കാണേണ്ടതാണ്. ഞാൻ ഈ ഹബീബിൻ്റെ ഇട്ടുകൊണ്ട് എല്ലാവർക്കും എന്നോടൊരു പ്രത്യേക സ്നേഹം. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനിയിപ്പം ഇതിൻ്റെ ഉള്ളോട്ട് കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്നാണോ താഴോട്ട് വരുന്നതിൽ ആദ്യം ഇറങ്ങി അങ്ങനെ മേലോട്ട് ഇറങ്ങി കയറി ആദ്യം ഇറങ്ങി നമുക്കിങ്ങനെ പോവാം. സോ കയറുകയാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കപ്പിൾസായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് കയറാം കേട്ടോ. ഒരു കടുംപിടുത്തം പിടിക്കൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് കയറണ്ട, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, സംഭവം മനസ്സിലായില്ലേ? നിങ്ങൾ കപ്പിൾസാണെങ്കിൽ കപ്പിൾസായിട്ട് പ്രൈവസിയിൽ കയറാം. സോ കയറാൻ വേണ്ടി പോവാണേ. സോ ഗൈസ്, നമ്മളെ ജേണി ആരംഭിച്ചിട്ടുണ്ട്. Assalamu alaikum. Чудур. I am from Kazakhstan. Kazakhstan. Как вас зовут? Моржан. Baurjan. Паурджан. I am Beksultan. ബേസിദർ. ഓക്കെ, അവര് ഇതിന് പോകട്ടെ കേട്ടോ. സ്നോ ബോർഡ്. ഹോർഷോ. അപ്പൊ ഇവർക്കും ടിക്കറ്റ് ഒക്കെ എടുക്കണ്ടേ? ഇത് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണ്ടോ? ഓക്കെ ഓക്കെ, അടിപൊളി കേട്ടോ വരും. അപ്പൊ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയ ഓർമ്മയാണ് എനിക്ക് വരുന്നത്. കാരണം നേരത്തെ മഞ്ഞിന്റെ ഉള്ളിൽ കൂടെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നല്ല സ്പീഡെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണ് പേടിപ്പിക്കോ? അപ്പൊ നല്ല ഫുള്ള് മഞ്ഞ് കണ്ടോണ്ട് പോവാ. ഞാൻ പറയട്ടെ, കപ്പിൾസിനൊക്കെ വന്നിട്ടുണ്ടല്ലോ നല്ല ഇഷ്ടപ്പെടും. അതായത് ഈ ദുബായിലും പിന്നെ ഖത്തറിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അത് സ്നോ കാണാത്ത ആൾക്കാര്. അവിടെ സ്നോ ഇല്ലല്ലോ, ഇല്ലല്ലേ? അപ്പൊ ഓർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാല് ഒരു 4-5 ദിവസം സ്നോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പോവല്ലേ. അപ്പം ഈ ഒരു സമയത്താട്ടോ സ്നോ ഉണ്ടാവുക. നവംബർ മുതൽ ഫെബ്രുവരി മാർച്ച് 2nd വീക്ക് വരെ സ്നോ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ സ്പ്രിംഗ് ആയി. ഏപ്രിൽ മെയ് ഒക്കെ സ്പ്രിംഗ് ആയി. പിന്നെ സമ്മർ. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമ്മർ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്ന ഏത് സമയത്താ? ഡിസംബറിലെ സ്നോ കാണാൻ. സ്നോ ഒക്കെ കാണാന് ഇങ്ങോട്ട് പോരിട്ടോ. കോണ്ടാക്ട് നമ്പർ മറക്കണ്ട, കോണ്ടാക്ട് ചെയ്യാ, ഇങ്ങോട്ട് വരിക, എന്നിട്ട് ഇത് ഓരോന്ന് ചെയ്യാ. നമ്മള് പാക്കേജിൽ വരുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആട്ടോ, ഇൻക്ലൂഡിങ് ടിക്കറ്റ് ആണ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ജസ്റ്റ് ഇവിടെ വന്ന് ഇവരെ കൂടെ അങ്ങനെ കയറി പ്രൈവറ്റ്. ഇതിപ്പോ ഞങ്ങള് കണ്ട് ചെക്കന്മാരെ ഇവരെ കയറ്റിയതാ. ഇവരെ നിങ്ങൾ കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്ക് പോട്ടോ. ഫുൾ അടിപൊളി വിഷ്വൽസ്, ചുറ്റും മലനിരകൾ. ഫോട്ടോ ഹബീബ്. അൽഹംദുലില്ലാ. 1 2 3 4. ഗുഡ്. ഗൈസ്, ഈ വിഷ്വൽ ഇങ്ങനെ കാണിച്ചെന്നെങ്കിൽ ഞാൻ പിന്നെ എന്ത് യൂട്യൂബറാ? എമ്മാര് വ്യൂ നോക്കി മോനെ. സീനെട്ടോ. അത് കപ്പിൾസ് എല്ലാം വന്ന ഫോട്ടോ എടുത്ത് മരിക്ക അമ്മാരി. കിർഗിസ്ഥാൻ, ബിഷ്കേക്ക്. ഞാൻ ഇന്നലെ ഇവിടെ എത്തിയിട്ടുള്ളൂ എന്ന് എങ്ങനെ പറയാ? ഇന്നലെ എസ്റ്റർഡേ ഐ കേം ഹിയർ. കിർഗിസ്ഥാൻ. അപ്പം കിടു മോനെ, ഒരു രക്ഷയില്ല. സ്ഥലങ്ങളൊക്കെ അടിപൊളി വിഷ്വൽസ്. നല്ല ഫ്രണ്ട്സിനെയും കിട്ടി. Dance brother. Dance. Не понимаешь? Песни. വൈബ് തന്നെ കഴിച്ചു ഇവിടെ കസാക്കിസ്ഥാനില് ഫുള്ള് വൈബ്. ഇതൊക്കെ കോപ്പിറൈറ്റ് കിട്ടിയ പാട്ടാണ് കഴിച്ച. ഓ മാൻ, നമ്മള് കേറി തുടങ്ങിയിട്ട് ഒരുപാട് നേരായിട്ടോ. വിഷ്വൽസ് ഒരു രക്ഷയില്ല, ഫുള്ളി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഫുള്ളും മലനിരകളുടെ ചുറ്റുമാണ് നമ്മളിങ്ങനെ കേറി പോണത്. ബ്യൂട്ടിഫുൾ. ആദ്യത്തെ പോയിന്റ് എവിടെയാണ്? ആ കണ്ട എത്തിയില്ല, ഇനിയുണ്ട് മേലോട്ട്.
സ്നോ വരും കുറച്ച്. ഗൈസ് ഇതൊന്നും കാണാൻ പറ്റില്ല, ഫുള്ള്. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ മൊത്തം സ്നോ ആയിട്ട് മാറും ട്ടോ. അപ്പൊ വേറെ തന്നെ ഒരു വൈബ് വരും. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ഹോട്ടൽസ് ആണ്. നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ സ്റ്റേ ചെയ്യാം. ഇനി മേലോട്ട് പോകുമ്പോൾ ഹൈറ്റ് കൂടിയ വേറെ സ്ഥലങ്ങളുണ്ട്, അവിടെ സ്റ്റേ ചെയ്യാം. ഒരുപാട് സ്ഥലത്ത് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ വൈബ് തന്നെ. ഈറ്റകളത് പിന്നെ പാട്ടിട്ടിട്ട് എനിക്ക് കോപ്പി റേറ്റ് കിട്ടും. അതുകൊണ്ട് കൂടുതൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഓരോ രാജ്യത്ത് വന്നിട്ട് പാട്ട് ഓഫ് ആക്കാൻ വേണ്ടി പറയാൻ പറ്റുമോ? ഓർക്കും വൈബില്ലേ? ഓരോ നമ്മളെ പോലെ ആഘോഷിക്കാൻ വന്ന ടീമല്ലേ. എന്തായാലും വിഷ്വൽസ് ഒക്കെ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല സ്ഥലം. ഇഷ്ടമാണ് പറയിപ്പിക്കാം. കസാക്കിസ്ഥാൻ ഇവര് ഗേൾ ഫ്രണ്ടിന് മൊത്തം നമ്മള് ലുബിലു അയച്ചു കൊടുക്കുന്നുണ്ട്. ലുബിലു എന്ന് പറഞ്ഞാൽ ഐ ലവ് യു എന്നാട്ടോ ഇവിടെ. പൊള്ളിയവര് എന്തായാലും വൈബായിക്കിങ്ങനെ. നമ്മള് ആദ്യത്തെ സ്റ്റോപ്പ് എത്താനായി. അവിടെ എത്തുമ്പോഴത്തേനും കുറെ റിസോർട്ടുകളും ഹോട്ടൽസും ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. കുറച്ചൊരു 100-200 മീറ്റർ പോയ ആദ്യത്തെ സ്പോട്ട് എത്തും. പക്ഷെ ഇവരൊരു രക്ഷയില്ല ഗൈസ്. പക്ക വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൈബ്. നമ്മൾ അതേ പ്രായമുള്ള ചെക്കന്മാരാന്ന് തോന്നുന്നത്. ഇന്റെ അതേ പ്രായമായിരിക്കില്ല, ഇവന്റെ ഒക്കെ ഒരു പ്രായമായിരിക്കും. 22 22 23. അപ്പൊ ഞാൻ വാപ്പ, ഞാൻ തന്ന വൈബ്. ബാക്കി എല്ലാരും 22K kids. Nieto 29. Your father. 29 father. Father, da. Можно братан. 29 ഫാദർ ആയി ഓൻ അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റോപ്പ് എത്താനായിക്കണ്. വൈബ് തന്നെ. ആ സ്റ്റോപ്പിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് കാണാട്ടോ. കസാക്കിസ്ഥാനിലേക്ക് വരൂ. വെൽക്കം ടു കസാക്കിസ്ഥാൻ. ഓ ഹിന്ദിസ്കി ലാംഗ്വേജ്. കസാക്കിസ്ഥാനിലേക്ക് വരൂ. സോ വെൽക്കം ടു കസാക്കിസ്ഥാൻ. മോനെ എവിടെ വിഷ്വല് മാറിയല്ലോ. എടാ ഇത് സ്വിറ്റ്സർലാൻഡ് ഒക്കെ മാറിയുണ്ടല്ലോ. സ്വിറ്റ്സർലാൻഡിൽ ഞാൻ പോയിട്ടില്ല, എന്നാലും അങ്ങനെ ഒരു ഇതുപോലെ തോന്നുന്നു ഫീല്. ഷിംബുലാക്ക് റിസോർട്ട് ഹോട്ടൽസ് ഉണ്ട്, പിന്നെ ഇവിടെ കഫേസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഓ ഈ തണുപ്പത്തോ ചൂടുവെള്ളം ഉണ്ടാവോ? ചൂടുവെള്ളം ഉണ്ടാവും. പിന്നെ അതുപോലെ ഇവര് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു ഇതിന് പോട്ടോ, എന്താണ് സ്നോ ബോർഡിങ്. സിമിസിംബ എന്താ സാധനം അറിയില്ല. സോ റഹ്മത്ത് മൈ ബ്രദർ. താങ്ക് യു. До свидания. Большое. Этот work, I am Almaty. Окей. Пока. സോ അങ്ങോട്ട് പോവാണെന്ന് തോന്നുന്നത്. വേറെ എങ്ങോട്ടോ, നമ്മൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് നമുക്ക് ഇപ്പം നോക്കാം. ഇരുള്ളോട്ട് കയറണം തോന്നുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്പോട്ടിലെത്തി. ഇതാണ് ആദ്യത്തെ സ്പോട്ട്. ഇവിടെ മൊത്തം ഇന്ത്യക്കാരാട്ടോ. ഫുൾ ഇന്ത്യക്കാരാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഇന്ത്യക്കാരാണ് കാണാനുള്ളത്. ഇവിടെ ഞാൻ വാങ്ങി കൊണ്ടുവന്ന ഒപ്പിയൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ പൈസയൊക്കെ കൊടുത്തിട്ട്. ഇവിടെ നമ്മള് ഡ്രോൺ ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓഫീസിന്റെ അകത്ത് പോയിട്ട് അവിടുന്ന് ഒരു പേപ്പർ സൈൻ ചെയ്ത് വാങ്ങാം. ഡ്രോൺ ക്യാരി ചെയ്യണ്ടെന്നുള്ള വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. എന്നാ ഡ്രോൺ ഉറപ്പിക്കാം. അതായത് ഉസ്ബെക്കിസ്ഥാന്, തജിക്കിസ്ഥാന് ആ രാജ്യങ്ങളിലൊന്നും ഡ്രോൺ പറ്റൂല. പിന്നെ കസാക്കിസ്ഥാനിൽ മാത്രമേ ഡ്രോണ് പറ്റുള്ളൂ. അതുകൊണ്ട് എന്തൊക്കെ കസാക്കിസ്ഥാനിലോട്ട് ഡ്രോൺ എടുത്തിട്ട് അവിടെ ബേക്ക് ക്യാമറ ഒന്ന് തൊടുമോ? ഓക്കെ. അപ്പോൾ ഇനി എന്താണ് ഇവിടെ എന്തൊക്കെയാ കാണാനുള്ളത്? കമോൺ. ഇവിടെ തന്നെ റെസ്റ്റോറന്റ് കഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്യുപ്മെന്റ്സ്. അതായത് ഇവിടെ നമുക്ക് റെന്റ് എടുക്കാൻ പറ്റും. പക്ഷെ ഇത് അറിയണമെന്നുണ്ടോ ചെയ്യണമെങ്കിൽ? ബേസിക് ഐഡിയ വേണം. ഇല്ലേ ഒരു വിടൂല. ഇല്ലെങ്കിൽ ഒരു വിടായില്ല. നമ്മൾ വീണിട്ട് ഒരു വരുമ്പോ അങ്ങനെ അല്ലടാ. ഇത് ഇത്രയും വലിയ ഇതെന്നൊക്കെ വീകുമ്പോ നമ്മൾ വീണ് പരിക്ക് പറ്റൂല. പരിക്കൊന്നും പറ്റില്ല, മഞ്ഞിലല്ലേ വീണ്. ഓക്കെ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പിന്നെ സ്നോ സ്കേറ്റിംഗ് ബോർഡ്, ഇതിനെന്താ പേര് പറയാന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയതാ, നമ്മൾ ടൂറിസ്റ്റുകൾക്കൊക്കെ പറ്റിയ സ്പോട്ട് ഇവിടെ ഉണ്ട്. ചെറിയൊരു ദൂരം കുട്ടികൾക്കൊക്കെ. വലിയ ഇവനെ പോലെ ഓൾറെഡി ചെയ്ത് പ്രൊഫഷണൽസിനൊക്കെ എന്താക്കുക എത്ര ഹൈറ്റിലോട്ട് വേണമെങ്കിലും പോയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ കണ്ണമാലിയിലൊന്നും ഇതുവരെ ഇതൊന്നും വന്നിട്ടില്ല.
കണ്ണമാലി മീൻസ് മണാലി കേട്ടോ. സോ ഇതൊക്കെ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഇരുന്ന് കോഫി കുടിക്കാം, വൈബിൽ ഫോട്ടോ എടുക്കാം, ഒക്കെ ചെയ്യാം. കേബിൾ കാറിന് നമ്മൾ കണ്ട റിസോർട്ട്, ഹോട്ടൽസ്, ഇതൊക്കെ കഫേസും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം പക്ക നല്ല വൈബിലാണ് കേട്ടോ. ഇന്ന് കിടിലൻ കാലാവസ്ഥ കേട്ടോ. ഇത്ര നല്ല കാലാവസ്ഥ കിട്ടിയിരിക്കണം എനിക്ക് ഇല്ലാന്നൊക്കെ പറയേ. കണ്ട ഞാൻ വന്നതിൻ്റെ ഐശ്വര്യം കണ്ട. അതാണ്. സോ ഇത് പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. ഈ സ്നോ ബോർഡിങ് നമ്മളെ കയ്യിൽ എക്യുപ്മെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടിക്കറ്റ് വേണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇവിടെ കാണിക്കാനുള്ളത് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞുതരാം, നമ്മളെ കപ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് മരിക്കുക. മഞ്ഞിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണം. പെർഫെക്റ്റ്. ഓക്കെ ഗൈസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇതിലിങ്ങനെ കറക്കി, ഇതേ ഗോപ്രോ തന്നെയാണോ യൂസ് ചെയ്യണമെന്ന് നോക്കണേ. ഗോപ്രോ 10, എൻ്റെ 11, എൻ്റെ 10. ഇതിൽ കറക്കി ഒരു ഫോട്ടോ എടുക്കും. നമ്മളെ കൊടിയൊക്കെ ഓൾറെഡി അവിടെ വെച്ചിരിക്കണേ. ഇന്ത്യൻ കൊടി ഉണ്ട്, കസാക്കിസ്ഥാൻ്റെ കൊടി ഉണ്ട്, UAE-ൻ്റെ കൊടി ഉണ്ട്. ഇവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ കൊടി വെച്ചിട്ടൊക്കെ വീഡിയോ വേണമെങ്കിൽ ഇതാ അതൊക്കെ കൊടുത്ത് ചെയ്യാം കേട്ടോ. ഇതൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് ആദ്യം കയറിയ പിന്നെ കേബിൾ കാർ ഇവിടെ വരെയുള്ളൂ. ഇത് ഫസ്റ്റ് സ്പോട്ട്. ഈ സ്പോട്ടിൽ നിന്ന് ഇതാ അടുത്ത കേബിൾ കാർ കയറിയിട്ട് നമ്മൾ സെക്കൻഡ് സ്പോട്ടിലോട്ട് സ്റ്റേഷനിലോട്ട് പോവാണ്. സോ 3 ഇത് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, പെട്ടെന്ന് എത്തല്ലേ? ഓക്കെ, ഇനിയിപ്പം ഇതിലോട്ട് കയറാം കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഫോട്ടോ സെക്ഷൻ നടക്കുന്നുണ്ട്. വേണ്ടവർക്കൊക്കെ ഫോട്ടോ എടുക്കാം. നമ്മൾ പിന്നെ എല്ലായിടത്തും കയറി ഫോട്ടോ എടുക്കണില്ല, വൈബ് അനുസരിച്ച്. ഇനി ടിക്കറ്റ് എടുക്കാനൊന്നുമില്ല കേട്ടോ. ആ ഒരൊറ്റ ടിക്കറ്റ് തന്നെയാണ് മൊത്തം കയറി പോവുക. ടിക്കറ്റ് കയ്യിൽ കരുതണമെന്നുണ്ടോ? ഓക്കെ. അപ്പം കയ്യിൽ ടിക്കറ്റ് കരുതുക എപ്പോഴും. ഞാൻ അപ്പോൾ അടുത്ത ഇതിൽ കയറാം കേട്ടോ. ഈ ഒരു സാധനം കണ്ടോ, അതായത് സ്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നവർക്ക് മാത്രം ഇതിൽ കയറിയിട്ട് നമുക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. ലേയിൽ നമുക്ക് കയറാൻ വേണ്ടി പറ്റില്ലല്ലോ. സാധാ ഡ്രസ്സ് ഇട്ടിട്ട് ഇതിൽ കയറാൻ പറ്റില്ല. ടൂറിസ്റ്റുകളൊക്കെ ഇതിൽ ഇങ്ങനത്തെ ഒരു സാധനത്തിൽ. അപ്പോൾ നമുക്ക് ഇതിൽ കയറിയിട്ട് സ്കേറ്റ് ചെയ്യുന്നവർക്ക് ഇതിൽ കയറട്ടോ. ആ സാധനം കണ്ടില്ലേ, അതവിടെ ഇങ്ങനെ പുറത്ത് വെച്ചായി. ഓക്കെ, സ്കേറ്റിംഗ്. ഒരു കയറി സ്കേറ്റിംഗ് ആൾക്കാർ കയറി. ഹലോ, Kazakhstan? Yes. Okay. No. You, where are you from? Serbia. Serbia. Okay. Please don't. No? No, please. No, please. Okay. No, this is tourist place. Okay, sorry. I will take myself. Okay. ചില ആൾക്കാർ കുറച്ച് പ്രശ്നക്കാരുണ്ട്, എടുക്കണ്ടെന്നുള്ള രീതിയിൽ എല്ലാവരും പിന്നെ എന്തായിരിക്കില്ല, പിന്നെ വീഡിയോന് ഒരു ഫ്രണ്ട്ലി ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഇപ്പം ഈ കാഴ്ചകൾ കാണിക്കാം. ഈ ഒരു സൈഡ്, ആ സൈഡ് ഓൾ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഈ സൈഡ് കാണിക്കാം. ഇപ്പൊ അറിയില്ലല്ലോ നമ്മൾ യൂട്യൂബേഴ്സ് ആണ് എന്നുള്ളത്. അപ്പം ഇവിടുന്ന് എത്ര മീറ്റർ ഉണ്ട്? ഇവിടുന്ന് എങ്ങനെ ഡിസ്റ്റൻസ്? നമ്മളിപ്പോ വന്നതിന്റെ പകുതി ദൂരം. പകുതി അത്ര ഉണ്ടല്ലേ? നല്ലൊരു 10 മിനിറ്റ് ഇരിക്കേണ്ടി വരും. നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പം കുറച്ചൊരു കാറ്റ് തുടങ്ങി, കുറച്ചൊരു തണുപ്പ് കൂടി തുടങ്ങി. ഇവർ നമ്മളെ കൂടെ ഉണ്ടായതുകൊണ്ട് അധികം വീഡിയോസ് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഇന്ത്യക്കാരെ പറയിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. മാക്സിമം എന്താക്കുക, ഒഴിവാക്കുക, ഡീസൻസി കീപ്പ് ചെയ്യാം. അപ്പം ഇവിടെ ഫുള്ള് മഞ്ഞില്ലേ, ഒരു തണുപ്പും ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ അറിയോ, വെയിലടിക്കണില്ല, അതാണ് തണുപ്പ് കൂടിയത്. ഇനി ഇവിടുന്ന് ഇനിയും മേലോട്ട് പോണ്ടേ? ഓക്കെ, അതിൽ കയറണ്ടേ ഇതില്? ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് കയറാൻ വേണ്ടി പോകണം. ഇവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും ഇല്ല. അതായത് ഫോട്ടോ എടുക്കാനൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മേലോട്ട് ഇങ്ങനെ പോവാട്ടോ. ഇതൊക്കെ തിരിച്ചിതേപോലെ നമ്മൾ ഇറങ്ങിയും വരണം. പോയാൽ മാത്രം പോരാ, തിരിച്ചിറങ്ങിയും വരണം. തൊർത്തോബേ ടവർ. ഓ മാൻ, ഇവിടുന്ന് അടിപൊളി വിഷ്വൽസ് ആണല്ലോ. വ്യൂ കിട്ടില്ല, വ്യൂ. ഓക്കെ ഗൈസ്, തൊർത്തോബേ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റിക് പ്ലേസ് ആണ്. അടുത്ത ദിവസങ്ങൾ നമ്മൾ അവിടെയൊക്കെ പോയി കാണുന്നുണ്ട്. അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ ഒന്നും കൂടി കാണിച്ചു തരാം. അടിപൊളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ.
എൻ്റെ മോനെ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മേലേക്ക് കയറിയിട്ട് പോകാം. കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യണ്ട. സോ ഗൈസ്, നമ്മളിപ്പം 3ാമത്തെ പോയിന്റിൽ നിന്ന് നമ്മളിതാ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര മീറ്റർ ഉണ്ടാവും? ഏറ്റവും മുകളിലെത്തുമ്പോഴാണ് 3205 മീറ്റർ. 3205 മീറ്റർ. എത്ര മിനിറ്റ് പോകും? എബോവ് സീ ലെവൽ. ഇതിപ്പോ നമ്മൾ വന്ന അതേ ഡിസ്റ്റൻസ്. 2ാമത്തെ സ്റ്റേഷനിൽ ഇങ്ങോട്ട് വന്ന് ഓക്കെ. ഫുള്ള് ഒന്നുകൂടി തണുപ്പ് കൂടും. തണുപ്പും കാറ്റും ഒക്കെ കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വട്ടം കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ആദ്യമേ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത്. സോ ഇനി ഏറ്റവും ടോപ്പിൽ പോയിട്ട് അവിടെയും കുറേ റെസ്റ്റോറൻറ്റും റിസോർട്ടുകളും ഹോട്ടൽസൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വിഷ്വൽസ് എടുക്കാം. പോണ വഴിക്കുള്ള വ്യൂവും കാണിച്ചു തരാം. 2,000 meters. 2,000 meters. No, like 3,000. ഇപ്പൊ നമ്മൾ 2000 Right now we are in 2,000, right? Yeah, okay. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2,000 മീറ്റേഴ്സിലാണ് ഉള്ളത്. നമ്മൾ മേലെ എത്തുമ്പോൾ 3,205. അപ്പം അത്ര മീറ്ററിലോട്ടാണ് നമ്മൾ കയറി പോകുന്നത്. കുറവുണ്ടല്ലേ? അപ്പം ഗൈസ്, നമ്മളെ 3ാമത്തെ സ്പോട്ട് എത്തി. 3ാമത്തെ സ്പോട്ടിലാണ് ഈ പരിപാടികളൊക്കെ നടക്കണേ. ഈ സ്കേറ്റിങ്ങും എല്ലാ പരിപാടിയും നടക്കണേ 3ാമത്തെ സ്പോട്ടിലാണ്. ഓ, ഇവരെ നമ്മളെ കൂടെ വന്ന ടീമിൻ്റെ ഞാൻ വിചാരിച്ചു ഇവർ വല്ല പ്രൊഫഷണൽസ് ആണെന്നാ. നമ്മൾ 3ാമത് കയറിയ ടീമില്ലേ, 2ാമത് കയറിയത് കുറച്ച് ഹാർഷായിരുന്നു. 3ാമത് കയറിയ ടീം പൊളി അല്ലേ? നല്ല ഫ്രണ്ട്ലി. അതായത് ഒരു റഷ്യക്കാരി ഉണ്ടായിരുന്നു, ഒരു റൊമാനിയക്കാരി. ഓരോ കഴിച്ച് എല്ലായിടത്തും ഇന്ത്യക്കാരാണല്ലോ. എന്താ അവിടെ ഇന്ത്യക്കാരെ ഇങ്ങനെ പീക്കായിട്ട്. ഞാൻ പറയും, ഇന്ത്യക്കാർക്ക് ഇപ്പോൾ കസാക്കിസ്ഥാനിലോട്ട് വരുന്ന വിസ വേണ്ട. $100 കൊടുത്താൽ പിന്നെ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കിട്ടും. അത് പിന്നെ ദുബായിക്കാർക്ക് $50 മതി. വിസയറിലൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ട്. അല്ലാ, ഇവിടെ ഫുള്ള് ഷോ ഓഫ് ആട്ടോ ഗൈസ്. ഏയ്, ഇനിയും മേലോട്ട് പോകാൻ വേണ്ടി പറ്റും? നടന്നു പോവാ? ഇല്ല, അതാ ഇല്ലല്ലേ? സ്കേറ്റിംഗ് ഉള്ളവർക്കല്ലേ? ഓ, അങ്ങനെ. ഒരു വട്ടത്തിന് വരാം 2-3 വട്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എന്താക്കുക, ഓക്കും മോനെ ഇവിടുന്ന് സ്കേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ താഴെ വരെ പോവുക, അവിടുന്ന് വീണ്ടും കയറി വരിക. രസമല്ലേ? അതായത് ഇതിനോട് ക്രേസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഇന്ത്യക്കാർക്ക് ക്രേസ് കുറവാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മഞ്ഞുള്ള സ്ഥലങ്ങൾ കുറവാണ്. നോർത്ത് പാർട്ടിൽ ഇപ്പോൾ മണാലി ആയാലും അവിടെ ഉള്ളവരൊക്കെ ഇതൊന്നും ചെയ്യണം ഞാൻ തരം കണ്ടിട്ടില്ല. ഇങ്ങനൊരു ടൂറിസം നമ്മൾ ചിന്തിച്ചിട്ടും കൂടിയില്ല ഇന്ത്യയിൽ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഭയങ്കര ബാഡാണ് ഈ നമ്മളെ ഗവൺമെൻറ്റും ചെയ്യുന്നതൊക്കെ. ടൂറിസം വളരെ ബാഡായിട്ടാണ്, ഒരു നല്ലൊരു കൾച്ചറായിട്ട് കാണുന്നില്ല. അതൊരു നല്ലൊരു ഏണിങ്സ് ആണ് നമ്മളെ നാട്ടുകാർക്ക് ഇന്നേ വരെ ഇല്ല. നമ്മളെ കേരളത്തിലും ഇല്ല. ഇപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്, വായ കൊണ്ട് ഇങ്ങനെ പറയും ടൂറിസം നല്ലതാണ്, ചെയ്യണം എന്നൊക്കെ. പക്ഷേ എവിടെ എത്തണില്ല, അതാണ് പ്രശ്നം. പക്ഷേ ഈ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, കസാക്കിസ്ഥാൻ പോട്ടെ, ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം 5 വർഷങ്ങൾക്ക് മുന്നേ ലോകത്തിന് ഓപ്പൺ ചെയ്ത് കൊടുത്തവർ. ഓരോറ്റ കമ്മ്യൂണിസം മറ്റേത് ഇസ്ലാമിക് എന്നൊക്കെ പറഞ്ഞിട്ട് പൂട്ടിയിട്ട രാജ്യം. ഇപ്പം നോക്ക്, ടൂറിസ്റ്റ് കൊണ്ട് കളിയാണ് അവിടെ. കസാക്കിസ്ഥാനൊക്കെ നോക്കി, ഇന്ത്യക്കാർ എന്തോരാണ്. ഇന്ത്യക്കാരിൽ പൈസ ഇല്ലായിട്ടല്ല, നമ്മൾ കൊടുക്കായിട്ടാണ് ഫെസിലിറ്റീസ് അവിടെ ഒന്നും. വാവ്. അപ്പം എന്തായാലും ഇതൊരു വെറുത്തട്ടാ. സിമ്പിളാക്കി വരുന്നത് എല്ലാവർക്കും വെറുത്താണ്. മഞ്ഞൊക്കെ കാണണമെങ്കിൽ പറ്റിയ സ്ഥലമാണ്. അപ്പം കോണ്ടാക്ട് നമ്പർ മറക്കണ്ട, ഇതിൽ കോണ്ടാക്ട് ചെയ്യാം. ഇവിടെയൊക്കെ വന്നിട്ട് കറങ്ങി അടിച്ചങ്ങോട്ട് നടക്കുക. പിന്നെ ഞാനൊരു വ്ളോഗറാണ്. ഞാൻ വേറൊരു വ്ളോഗർ ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത് കാണാൻ ഇടയായി. അതായത് വെറും 10,000-20,000 രൂപക്കൊക്കെ ഇവിടെ വന്നിട്ട് കറങ്ങി അടിച്ച് പോകാന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന കേസാണ്. പക്ഷേ പട്ടിണി കിടന്നിട്ട് യാത്ര ചെയ്യാൻ നമ്മളാരും നിൽക്കില്ല. അതായത് നമുക്ക് ലക്ഷക്കണക്കിൽ ഒരാൾക്ക് ഈ ഒറ്റ മൈൻഡ് സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. പട്ടിണി കിടന്നിട്ടായാലും സ്ഥലങ്ങൾ കാണുക, അങ്ങനെ കാണുക. അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ വരാം. ഇല്ലാണ്ട് നിങ്ങൾ ഈ ചില റീൽസിലൊക്കെ കാണാം വെറും 300 രൂപയ്ക്ക് മൊത്തം കറങ്ങി കാണാം. അതൊന്നും നടക്കുന്ന കേസല്ല കേട്ടോ. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയാം. ഞാനിപ്പം നീ എത്തും ഓൾറെഡി വി ടേക്ക്. ഓക്കെ, അപ്പം നമ്മൾ പിന്നെ ഞാനിപ്പം 4 വർഷമായി യാത്ര ചെയ്യുന്നത്. ഞാനൊരു 30-35 ലക്ഷം രൂപ യാത്രക്ക് വേണ്ടി മാത്രം ചിലവാക്കിയിട്ടുണ്ടാവും ഇത്രയും കാലങ്ങൾക്ക്. വിസ, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, എല്ലാ കൂടിയായിട്ടും. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ യാത്ര ചെയ്യാന്ന് വെച്ചാൽ ആ ഒറ്റ മൈൻഡ് വേണം. അപ്പോൾ അതൊക്കെ പോസിബിൾ ആണോ എന്നുള്ളത് നോക്കണം കേട്ടോ. സോ അടിപൊളിയാണ്. ഇതാണ് ഏറ്റവും ടോപ്പ് സ്റ്റേഷനിലുള്ള സ്റ്റേസ്.
അതിന്റെ പേര് ടെനിർ എക്കോ എന്ന് പറയും. ഹോട്ടൽസാ? ഹോട്ടൽസ് എന്ന് പറയാം. അതായത് ഒരു റൂമിന്റെ അകത്ത് 2 ആൾക്കാണ് അക്കോമഡേഷൻ ഉണ്ടാവുക. ഇത് കറക്റ്റ് ഗ്ലാസ് ടെന്റ് കാര്യങ്ങളൊക്കെ അല്ലേ? ഇത് ടെനിർ എക്കോ. ഈവനിങ് ആയത് അടിക്കും. അപ്പോൾ പിന്നെ ഈ ഹോട്ടൽസിൽ നിൽക്കുന്നവർ മാത്രമായിട്ട് മാറും. ഈ ടോപ്പ് സ്റ്റേഷൻ 4:30 ക്ലോസ് ചെയ്യും. 4 ഓക്കെ. എന്തായാലും സെറ്റപ്പൊക്കെ അടിപൊളി. ഇപ്പം അവിടെ വരെ നടന്നു പോകണമെന്നുണ്ട്, പക്ഷേ ഇത് തിരിച്ച് കയറണമെന്നുള്ള ഒരു മടി കൊണ്ടാണ് അങ്ങോട്ട് നടന്നു പോകാത്തത്. പിന്നെ സ്കേറ്റ് ചെയ്യുന്നവർ ചെയ്ത് പോയിക്കോട്ടെ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. ഇതിന് ഈ ടെനിറക്കോല് നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോഴ്സ് റൈഡിങ് കാര്യങ്ങള്, അതേപോലെ ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എല്ലാം അതിൽ പ്രൊവൈഡ് ചെയ്യും. ഒരു പ്രൊവൈഡ് ചെയ്യും അല്ലേ? ഓക്കെ ഗ്രേറ്റ്. അതാണ് ലഗേജ് എടുക്കാൻ വരെ അവർ വരും. ഒരു ചിന്ന ആക്സിഡന്റ് കിടന്നിട്ട് അവിടെ നമ്മൾ 3200 മീറ്റർ മുകളിലാണ് ഉള്ളത്. അതായത് ആൽമാട്ടി ടൗണിൽ നിന്ന് എത്ര? അൽമാട്ടി സിറ്റി എന്ന് പറഞ്ഞ തന്നെ സീ ലെവലിൽ നിന്ന് ഏകദേശം 800 മീറ്റർ ആൾട്ടിറ്റ്യൂഡിലുള്ളത്. ഇതന്നെ നമ്മൾ ഏറ്റവും താഴെ മെഡി സ്റ്റേഷൻ എത്തുമ്പോഴേക്കും അതൊരു 1500 മീറ്റർ ആയി. ഓക്കെ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഏറ്റവും ടോപ്പിലെത്തി 3205 മീറ്റർ. കറക്റ്റ് പറഞ്ഞാല് അവിടെ 3200 മീറ്റർ എന്ന് പറയാം. ഹൈറ്റിലാണ് എബോ സീ ലെവൽ. നല്ല തണുപ്പുള്ള ഏരിയ ആണ്. കട്ട തണുപ്പാണ്, ഒരു രക്ഷയില്ല. പോവാ തണുപ്പ്. ഗൈസ്, നമ്മൾ ഇപ്പം ഇതാ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. 3000 അടിയിൽ നിന്ന് ഇപ്പോൾ 2000 അടിയിലോട്ട് ഇറങ്ങുകയാണ്. നല്ല തണുപ്പുണ്ട് മേലെ, പക്ഷെ നല്ലൊരു വൈബുണ്ട്. സോ ഇനി താഴോട്ട് ഇങ്ങനെ ഇറങ്ങാം. അപ്പം നമ്മൾ തിരിച്ചിറങ്ങൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം ഇനി ഇവിടുന്ന് ലാസ്റ്റ് ഇതിൽ കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ ഇനി താഴത്തെത്തും. സോ അടുത്തേക്ക് കൂടി കയറുകയാണ്. എന്നിട്ട് വേണം നമ്മളെ ടാക്സി കയറിയിട്ട്, ടാക്സിയിൽ നമ്മളെ ഡ്രൈവർ പുള്ളീൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. യെസ്, സ്വന്തം ഡ്രൈവർ അതന്നെ ഡ്രൈവർ ഇതിലേ ഹബീബിനെ വിളിക്കുകയല്ലാണ്ട് ഹബീബ് പോവില്ല. സോ ഇതിൽ കയറിട്ടാണ്. പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ ടിക്കറ്റ് കളയരുതേ. ടിക്കറ്റ് ഇവിടെ സൂക്ഷിച്ച് വെക്കണം. പോയ എന്താക്കണം, വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ടി വരും അല്ലേ? ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ച് താഴെത്താനായി. നിങ്ങൾക്ക് അങ്ങ് അവിടെ കാണുന്നുണ്ടോ അറിയില്ല, സ്കേറ്റിംഗ് നടക്കണ ഒരു എന്താണ് സ്കേറ്റിംഗ് റിങ്, ഐസ്, ഫുൾ ഐസ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് കളിക്കുന്നുണ്ട്. മെഡിയോ സ്കേറ്റിംഗ് റിങ്. നമ്മൾ താഴെത്തില്ലേ ഗൈസ്? നമ്മൾ തിരിച്ച് താഴെത്തി. വെയില് ഇവിടുന്ന് പോയി, സണ്ണ് ഇവിടെ വിട്ട് പോയിക്കണേ. അതുകൊണ്ടാണ് നമ്മൾ വന്ന കറക്റ്റ് ടൈമിങ് ആട്ടോ ഈ ഗൈസ്. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 3 ഫോട്ടോ ഇവിടുന്ന് എടുത്തിട്ട് പോയിനു. അപ്പം ഇതാണ് ആ ഫോട്ടോസ്. പിന്നെ എത്ര രൂപയാണ് ഒന്നിന്? 2000 ടെങ്കി. അതായത് നാട്ടിലത്തെ 400 റുപ്യ അല്ലേ? 400 റുപ്യ ഇവിടെ നഷ്ടമാണ് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിൽ ഭയങ്കര ലാഭ. 100 റുപ്യേൻ്റെ അടുത്ത് വരുന്നുള്ളൂ. സോ നമ്മൾ ടാക്സി ഇവിടെ ഉണ്ടാവും. ഇനി കയറിയിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോണത്? അൽമാട്ടി സെൻട്രൽ മ്യൂസിയം. പിന്നെ ഇത് മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഏത് ഈ ഒരു ഷിംബുലാക്ക് എന്ന് പറഞ്ഞ സ്ഥലം ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ടോപ്പ് നോച്ച്. സോ നമ്മൾ ടാക്സിക്കാരനോടൊക്കെ ഉണ്ട്, അതിൽ കയറുന്നു, നമ്മൾ പോകുന്നു. അപ്പം നമ്മളെ ഇന്നത്തെ രണ്ടാമത്തെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് അൽമാട്ടി സെൻട്രൽ മ്യൂസിയത്തിനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഇതിൻ്റെ അകത്ത് കയറിയിട്ട് അതായത് എന്താണ് കസാക്കിസ്ഥാൻ, എന്താണ് അൽമാട്ടി, ഇവരെ ഹിസ്റ്ററി മൊത്തം ഇതിനകത്തുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കയറി ഫുള്ള് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇതിലും ടിക്കറ്റ് ഇല്ലേ? ടിക്കറ്റ് ഉണ്ട്, എല്ലായിടത്തും ടിക്കറ്റ് ഉണ്ട് അല്ലേ? എല്ലായിടത്തും ടിക്കറ്റ് ഉണ്ട്. പക്ഷേ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസാക്കിസ്ഥാനിക്കും ഫോറിനേഴ്സിനും ഒരേ ടിക്കറ്റാണ് അല്ലേ? അപ്പോൾ ആ ഒരു ഗുണമുണ്ട്. സോ ഇതിനുള്ളിൽ കയറിയിട്ട് ഇതിൻ്റെ അകത്ത് മൊത്തം ഫോസിലുകളും പിന്നെ ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന മൃഗങ്ങളൊക്കെ ഫോസിലുകളാണ് മെയിനായിട്ട്. അതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോസിലുകൾ എന്നല്ലേ പറയുക? തെറ്റിപ്പോണ്ടല്ലോ. ഹിസ്റ്ററി, അതായത് ഇങ്ങനത്തൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ വന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു വൈബ്. ദേവറില്ലോ ഗൈസ്, ഇവിടെ എല്ലാവരും എൻ്റെ തൊപ്പി വെച്ചിട്ട് ഫോട്ടോ എടുക്കുക. അടിപൊളി. എൻ്റെ തൊപ്പി കൊണ്ടുപോയിട്ട് ആൾക്കാർ ഫോട്ടോ എടുപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ അവിടെ നിൽക്കേണ്ടി വന്നു. ഇതൊക്കെ ഇവിടുത്തെ പണ്ട് നൊമാഡ്സ്, അതായത് ഇവിടുത്തെ പണ്ടത്തെ എന്താ പറയുക, ഒരടുപ്പ് കാര്യങ്ങൾ, ഓരോ സാധനങ്ങളൊക്കെ
എന്താണ് കളക്ട് ചെയ്ത് വെച്ച സ്ഥലം, വെള്ളം ഇടുന്ന പൈപ്പ് പണ്ടത്തെ ടൈപ്പിൽ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഒരുവിധം എല്ലാം അത് ഹിസ്റ്ററി. ഇവർ പണ്ട് എങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത്, പണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് കാലമൊന്നുമില്ല, ഒരു 50 വർഷം മുന്നൊക്കെ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ. ഇപ്പോഴും ഉണ്ട് കേട്ടോ, നൊമാഡ്സ് ജീവിക്കുന്ന പല സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഉള്ളിലൊക്കെ ഉണ്ട്. ഗൈസ്, ഈ കാണുന്നതാണ് ഗോൾഡൻ മാൻ. ഈ ഒരു അടുത്ത് അൽമാട്ടി റീജിയനിൽ നിന്ന് ഒരു കണ്ടെത്തിയതാട്ടത്. ഇത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കണ്ടെത്തിയ സാധനമാണ് ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അതുപോലെ ഒരുപാടുണ്ട് അല്ലേ. അതിൻ്റെ പറഞ്ഞോ, അതിന്റെ റീക്രിയേറ്റ് ചെയ്ത് കുറച്ച് നല്ല രീതിയിലാക്കി വെച്ചിരിക്കുന്ന ഒരുപാടുണ്ട് കേട്ടോ കാണാൻ. ഈ ബിൽഡിങ്ങിൻ്റെ ഒരു രസമുണ്ട് കേട്ടോ കാണാൻ. ഇതാണ് കസാക്കിസ്ഥാൻ. ഇതാണ് എന്താണ്, ഇതാണ് യൂർത്ത്. കസാക്കിസ്ഥാനിലെ നൊമാഡ്സ് ഒക്കെ നിൽക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ടത്തെ വരെ വീട് അങ്ങനെ തന്നെ പറയാം. പിന്നെ അതുപോലെയാണ്, ഇതാണ് ബുംബ്രെ. നമ്മൾ ക്രിക്കറ്റ് കളിക്കാനും ബുംബ്രെ അല്ല, ഇവിടുത്തെ ഒരു ട്രഡീഷണൽ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റാണ് ബുംബ്രെ എന്നാണ് അതിന് പേരിട്ട് വിളിക്കട്ടെ. ഒരു സാധനം കൊള്ളാം. ഇതിൻ്റെ അകത്ത് കുതിരേൻ്റെ പാല് കുടിച്ച്, കുതിരേനെ ഇറച്ചി ഏറ്റവും കൂടുതൽ ലോകത്ത് കഴിക്കണത് വരാട്ടോ. അപ്പോൾ കുതിരപ്പാലൊക്കെയാണ് ഇവിടെ സെർവ് ചെയ്യുക അല്ലേ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ. കാരണം തണുപ്പ് കൂടുതൽ കാരണമാണ് ഓരോ ഇതൊക്കെ ചെയ്യുന്നത്. കറക്റ്റ് ആ ബൗളിലാണ് കുതിരപ്പാല് സെർവ് ചെയ്യുക. അവിടെ അൽമാട്ടി സെൻട്രൽ മോസ്കിന്റെ മുന്നിൽ ഇതേപോലെ ടെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുടിക്കാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. നമ്മളെ ആദ്യത്തെ ദിവസം കസാക്കിസ്ഥാൻ അൽമാട്ടിയിൽ എത്തിയിട്ട് ആദ്യത്തെ ദിവസം ഇവിടെ തീർത്തിരിക്കുകയാണ്. നമ്മൾ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. ഇന്ന് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ, നാളെ നമുക്കൊരു പുതിയ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകണം. ഇന്നിവിടെയാണ്. ഇതാണ് നമ്മളെ ബെഡ്, ഇവിടെയാണ് ഇരിപ്പിടം, കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ തൊപ്പിയതൊക്കെ അവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ കയറി വരുന്ന ഒരു സ്പോട്ട്. പിന്നെന്താണ്, അടുക്കളയുണ്ട്. അടുക്കള നല്ല ഒരു കിടിലൻ അടുക്കള. നമുക്ക് ചായയോ ചോറോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാനും എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് കസാക്കിസ്ഥാനിൽ വരുമ്പോൾ ചിലവർക്ക് അപ്പാർട്ട്മെൻറ്റ് സ്റ്റേ ഇഷ്ടമാണ്, ചിലവർക്ക് ഹോട്ടൽ സ്റ്റേ ഇഷ്ടമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും അപ്പാർട്ട്മെൻറ്റ് എടുക്കണമായിരിക്കും സുഖം. അതാകുമ്പോൾ എന്താ പറയുക, അടുക്കളയൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്കൊരു ചായ ഉണ്ടാക്കി കഴിക്കാനും. ഇത് നമ്മൾ ഹോട്ടലിലൊക്കെ പോവുകയാണെങ്കിൽ, ഹോട്ടലിൽ നിൽക്കുകയാണ്, നമ്മൾ പുറത്ത് പോയിട്ട് ചായ ഉണ്ടാക്കാൻ പോകണം, പുറത്ത് പോയിട്ട് അതിന് പോകണം. ഇതാകുമ്പോൾ ഇവിടെ തന്നെ എല്ലാ സെറ്റപ്പും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കണം. കാരണം എന്താ പറയുക, പുറത്തിറങ്ങി പോകണ്ട, നമുക്കൊരു ചായ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ ഉണ്ട്. ചായ ഉണ്ടാക്കി കുടിക്കുക, അത്രയേ ഉള്ളൂ. സോ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കസാക്കിസ്ഥാനിലോട്ട് വന്ന് ഇവിടെയൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കേജൊക്കെ തരും. സോ കം ആൻഡ് വിസിറ്റ് കസാക്കിസ്ഥാൻ.